എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ആ ബിൽഡിങ് രണ്ടായിട്ട് വെട്ടി വീശിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരും ആ കുഞ്ഞുങ്ങളൊക്കെ വലിയൊരു ശബ്ദം കേട്ട് പേടിക്കും. അവൻ വെട്ടിയ ഒരാഘാതത്തില് ബിൽഡിങ്ങിന്റെ മേൽക്കൂര അതൊക്കെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കുറേശ്ശെ പോയിസൺ ഗ്യാസും അകത്തേക്ക് വന്നു തുടങ്ങി. കുഞ്ഞുങ്ങളാണെങ്കിൽ പേടിച്ച് കരയാനായിട്ട് തുടങ്ങും. അത് കേട്ട് സാഞ്ചി അവൻ നിലവിളിച്ചു പറയും, എത്രയും വേഗം കുഞ്ഞുങ്ങളെയും കൂട്ടി നമുക്ക് ആ ബിൽഡിങ്ങിലേക്ക് പോകണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ പേടിച്ച് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ തന്നെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും സോറോ അവൻ ടഷിക്കയും തോളിലേറ്റി ഇപ്പൊ അവിടേക്ക് ഓടി വരിക. G5 സോൾജേഴ്സിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. മാഡം ടഷിക്കി അവള് സേഫ് ആണ്. മാത്രമല്ല ആ മോറട്ട പെണ്ണിന്റെ കഥ അത് തീർച്ചയായിട്ടും സോറോ കഴിച്ചിട്ടുണ്ടാവുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ടഷിക്കി ആണെങ്കിൽ ഇപ്പൊ സോറോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഇപ്പോഴെങ്കിലും എന്നെ താഴെ ഇറക്ക്. അവനാണെങ്കിൽ അവൾ അപ്പോഴും താഴെ ഇറക്കാതെ അങ്ങനെ മുൻപോട്ടേക്ക് ഓടുകയാണ്. സോൾജേഴ്സ് ആണെങ്കിൽ ആ കാഴ്ച കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കും. പക്ഷെ സാഞ്ചിക്ക് മാത്രം അത് സഹിക്കില്ല. യു ആർ അൺബിലീവബിൾ. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ ടഷ്കെ ഉയർത്തിയെടുക്കും. ആരാണ് നിനക്കതിന് പെർമിഷൻ തന്നേ? രാമയാണെങ്കിൽ വണ്ടടിച്ച് ഇപ്പൊ സോറോയോട് നിലവിളിച്ച് പറയും, നീ വന്ന വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഇത് കേട്ട് സോറോ ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ തിരിഞ്ഞോടും. അതേസമയം ഇവിടെ ആ വില്ലൻ അവനാണെങ്കിൽ വീണ്ടും ട്രഫാർഗറിലോയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരും. അതിന് ട്രഫാർഗറിലോ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അവന്റെ മുഴുവൻ പവർ റിലീസ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചോപ്പർ ആണെങ്കിൽ ആ സോൾജേഴ്സിനെ കൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ ഉയർത്തിയെടുക്കുകയാണ്. കാരണം ആ ബിൽഡിങ്ങുകളാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇടിഞ്ഞു വീണ് തുടങ്ങി. എത്രയും വേഗം നമുക്ക് ആ ബിൽഡിങ്ങിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ചോപ്പർ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കും. ചോപ്പറിന് ഉറപ്പുണ്ട് കുഞ്ഞിപ്പെണ്ണിന് അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന്. കട്ട് ചെയ്ത ഇവിടെ വെർഗോയെ അവനെ കൈകൾ വേറെ തല വേറെ കാല് വേറെ എന്നിങ്ങനെ വെട്ടിവെച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ട്രഫാർഗറിലോ. വെർഗോ ആണെങ്കിൽ നിർത്താതെ പറയും, നീ ഇപ്പൊ ചെയ്ത തെറ്റിന്റെ ആഘാതം എന്താണെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ജോക്കറിൽ നിന്ന് ഇതിന് പ്രതിഫലം നിനക്ക് കിട്ടും. സ്മോക്കർ, നീ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. ട്രഫാർഗറിലോ ആണെങ്കിൽ സ്ക്വാഡ് എടുത്ത് അവന്റെ തലയ്ക്ക് ആഞ്ഞു വെട്ടും. അതിനുശേഷം സ്മോക്കറുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയുള്ള ആ റൂം കാണിക്കും. അവിടെയാണെങ്കിൽ ലൂഫി ആ വില്ലനെ അച്ചരം പൊച്ചറ അടിച്ച് സൈഡാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ആ ബിൽഡിംഗ് കുറേശ്ശായിട്ട് ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. സീസറിനാണെങ്കിൽ ഇതാരാ ചെയ്തെന്ന് മനസ്സിലാവും. വെർഗോ, നീ ഫൈറ്റ് ചെയ്ത് ഈ ലാബ് തന്നെ തകർത്തല്ലേ? ഇതൊരിക്കലും നമ്മുടെ മാസ്റ്റർ ക്ഷമിക്കില്ല. ഇത് നമ്മുടെ പാലസ് ആയിരുന്നില്ലേ? ഇതിനെല്ലാം കാരണക്കാര് അതാ ലൂഫിയൻ ടീമാണെന്ന് പറഞ്ഞ് അവൻ ഫുൾ കലിപ്പിൽ നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉസോപ്പ് അവൻ നൈസായിട്ട് ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ഗ്യാപ്പില് അവിടെയുള്ള മഞ്ഞ വില്ലന്മാരെ അവരെ പറ്റിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഉസോപ്പിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സീക്രസൻ സ്റ്റോണുള്ള ഹാൻഡ് കഫ് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ അവൻ ആ റൂമിന്റെ ഒരു ഭാഗത്ത് പോയി ഒളിച്ചിരിക്കും. മറ്റു സമയം സീസർ അവിടേക്ക് കോണ്ടാക്ട് ചെയ്ത് അവൻ അസിസ്റ്റൻസിനോട് പറയും, എത്രയും വേഗം ആ റൂമിലെ വെന്റുകളെല്ലാം തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ആ പോയിസൺ ഗ്യാസ് അതകത്തേക്ക് വന്ന് എല്ലാവരും മരിക്കണം. സീസറിനാണെങ്കിൽ ഒരു പ്രത്യേക പവറുണ്ട്. പോയിസൺ ഗ്യാസ് ഒരിക്കലും അവനെ എഫക്ട് ചെയ്യില്ല. അത് കേട്ട് സോൾജിയർ ആണെങ്കിൽ ടെൻഷൻ ആവും. മാസ്റ്റർ, നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളുടെ കൂടെ നമ്മുടെ സോൾജേഴ്സ് ഒരുപാട് പേരില്ലേ? സോ അവിടേക്ക് പോയിസൺ ഗ്യാസ് വന്ന അവരെല്ലാവരും മരിക്കില്ലേ? നിങ്ങൾ എല്ലാവരും എനിക്കൊരു ടെസ്റ്റ് സബ്ജക്റ്റ് ആണ്. ആര് മരിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. സോ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് ചെയ്യ്. അവന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ അത് കേട്ട് ഷോക്കാവും. മാസ്റ്ററിന് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ബ്രൗൺ ബിയർഡ് പറഞ്ഞ കാര്യങ്ങളിൽ ചില സത്യമുണ്ടെന്ന് ഇപ്പോ ചിലർക്കെങ്കിലും മനസ്സിലാവാനായിട്ട് തുടങ്ങും. സീസറിനെ ചുറ്റി നിൽക്കുന്ന അവന്റെ അസിസ്റ്റൻസ് ആ ലാബിലുള്ളവര് എല്ലാവരും സീസറിന്റെ ചേഞ്ച് കണ്ട് ഷോക്കാവും. അതേസമയം ഉസോപ്പ് അവൻ CCTVയിലൂടെ നമ്മുടെ ആൾക്കാർ ഓടിപ്പോകുന്നത് കാണും. അവരെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അവൻ ചുറ്റും നോക്കും. ഉടനെ ഒരു മണ്ടൻ അസിസ്റ്റന്റ് അവൻ പറയും, നമ്മൾ എന്ത് വിഡ്ഢികളാണ്. നമ്മുടെ മാസ്റ്ററിനെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല. അദ്ദേഹം ഇത്രയും കാലവും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നമ്മളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തത്. സോ നമ്മളെ ഒരിക്കലും മരിക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ എയർവെന്റ് ഓപ്പൺ ചെയ്ത് വിടാണ്. അടുത്ത നിമിഷം സീസർ അവൻ ആ പോയിസൺ ഗ്യാസ് മുഴുവൻ അബ്സോർബ് ചെയ്ത് ആ ഗ്യാസിനെ തന്നെ കൺട്രോൾ ചെയ്യുകയാണ്. സീസർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി പൊട്ടിച്ചിരിക്കും. എന്റെ പവറും കഴിവൊക്കെ കണ്ട് നീ പേടിച്ചു പോയല്ലേ? അതെ, ഇതെന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം എക്സ്പെരിമെന്റ് ആണ്. നിനക്കൊരു കാര്യം അറിയോ? എന്റെ ഈ എക്സ്പെരിമെന്റിൽ ഇംപ്രസ്ഡ് ആയി 2 രാജ്യങ്ങൾ ഓൾറെഡി എന്റെ എക്സ്പെരിമെന്റ് ചോദിച്ചു കഴിഞ്ഞു. ഇതിന്റെ യഥാർത്ഥ പവറും സാമ്പിളും ഞാൻ നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് സീസർ ഇപ്പോ അവന്റെ കൈകൊണ്ട് തന്നെ അവന്റെ ആൾക്കാരെ തൊടുകയാണ്. അവരെ തൊടേണ്ട താമസം അവരെല്ലാവരും ആ പോയിസൺ ഗ്യാസിൽ സ്പ്രെഡായി
ഓരോരുത്തരായിട്ട് അങ്ങനെ ഫ്രീസായി നിൽക്കും. അപ്പോഴായിരിക്കും അവന്റെ അസിസ്റ്റൻസ് ഇപ്പൊ അവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയുക. ബ്രൗൺ ബിയർഡ് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവര് മനസ്സിലാക്കും. ലൂഫി ആണെങ്കിൽ തീരുമാനിച്ചുറപ്പിക്കും, ഇനി ഇവനെ വെറുതെ വിടാനായിട്ട് പാടില്ല. ഇവിടെ സീസറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ആ പോയിസൺ ഗ്യാസ് അത് അബ്സോർബ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ലൂഫി ഇപ്പോ ആ ബ്രൗൺ ബിയർഡിനെ മൊമന്റോസ്കിയുടെ കയ്യിൽ ഏൽപ്പിച്ച് അടുത്തുള്ള ഒരു പാറ ലക്ഷ്യമാക്കി ഓടുകയാണ്. ടീച്ചർ ആണെങ്കിൽ ലൂഫിയെ തന്നെ നോക്കും. ലൂഫി, നീ ഇനി എന്താ ചെയ്യാൻ പോണേ? നിനക്കിനി ഒന്നും ചെയ്യാനാവില്ല. നീ എവിടേക്കൊക്കെ ഓടിയിട്ടും യാതൊരു കാര്യമില്ല. ഇനി എന്റെ കയ്യിൽ നിന്ന് നീ മിസ്സാവില്ല. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെയുള്ള എൻ്റെ അസിസ്റ്റൻസും നിന്റെ ആൾക്കാരും നേവി സോൾജേഴ്സും എല്ലാവരും എൻ്റെ ഈ പോയിസണിൽ മുങ്ങി ചാവാൻ പോവാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടും പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. ഇവിടെ സീസർ അവൻ്റെ അസിസ്റ്റൻസിനെ നോക്കും. നിങ്ങളും എൻ്റെ വെറും ടെക്സ്റ്റ് സബ്ജക്ട്സ് മാത്രമാണ്. ഇതിന്റെ രുചി അത് നിങ്ങളും അറിയുമെന്ന് പറഞ്ഞ് അവൻ കൈനീട്ടും. സെക്യൂരിറ്റി റൂമിലെ ആ വില്ലന്മാര് അവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമാവും. അവരുടെ ബോസിന്റെ യഥാർത്ഥ ഫേസ് അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ അവര് അത് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഉസോപ്പ് അവരുടെ ഇടയിലേക്ക് വരികയാണ്. എക്സ്ക്യൂസ് മീ ഗായ്സ്, ഞാൻ ഇത്രയും നേരവും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ബോസിന്റെ തനി സ്വഭാവം അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഒരല്പനേരം ആ കൺട്രോളിംഗ് ചേംബറിൽ ഞാൻ ഇരിക്കട്ടെ. അവിടെയുള്ളവരിൽ ഭൂരിഭാഗവും എന്റെ ഫ്രണ്ട്സാണ്. എനിക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അത് കേട്ട് ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പോൾ ഉസോപ്പിന് നേരെ ഗൺ ചൂണ്ടും. അവര് തകർന്ന മനസ്സോടുകൂടെ ഉസോപ്പിനോട് പറയും, അതെ, ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ക്യാപ്റ്റനെ പോലെ തന്നെയാണ് നിന്റെ ക്യാപ്റ്റനും. കണ്ടില്ലേ, അവൻ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതിന് ഉസോപ്പ് പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ക്യാപ്റ്റനെ കുറിച്ച് കുറ്റം പറയും. അദ്ദേഹം ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് രക്ഷപ്പെട്ടു പോകില്ല. ഒരു കാരണവശാലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കുകയാണ്. അവൻ ഓടി ഓടി വന്ന് ഫുൾ പവറിൽ അങ്ങനെ ടേൺ ചെയ്ത് ആ സീസറിനെ അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ അവന് നേർക്ക് തിരികെ ഓടുകയാണ്. ലൂഫി അവന്റെ തേർഡ് ഗിയർ ഉപയോഗിച്ച് രണ്ട് കൈയും ജയന്റ് ആക്കി മാറ്റും. ഇവിടെ സീസർ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ വിടാതെ ഓരോരുത്തരായിട്ട് ഫ്രീസ് ചെയ്യാണ്. അവര് ഷൂട്ട് ചെയ്തൊക്കെ നോക്കും. മുഴുവനായിട്ടും ആ പോയിസൺ ഗ്യാസായി മാറിയതുകൊണ്ട് തന്നെ അവനൊരു പോറൽ പോലും ഏൽക്കില്ല. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ മാസ്റ്റർ നിങ്ങളെ എല്ലാവരും രക്ഷിക്കും. അദ്ദേഹത്തിന്റെ മനസ്സ് അത് വളരെ നല്ലതാണെന്ന് പറയും. അതേസമയം സീസർ അവനാണെങ്കിൽ അസിസ്റ്റൻസിനോട് പറയും, നിങ്ങളെല്ലാവരും എന്റെ സ്ലേവ്സ് ആണ്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ഇത്രയും നാൾ കൊണ്ടുവന്നത് ഞാനല്ലേ. സോ എനിക്ക് വേണ്ടി നിങ്ങളെ യൂസ് ചെയ്യാനുള്ള അധികാരവും എനിക്കുണ്ട്. ലൂഫി അവന്റെ ഹോക്കി പവർ അത് അവന്റെ രണ്ട് കൈയിലേക്ക് പാസ് ചെയ്ത് സീസറിന്റെ തൊട്ടടുത്തെത്തും. ഈ പോയിസൺ ഗ്യാസ് വെച്ച് ഞങ്ങളെ എല്ലാവരെയും കൊല്ലുവല്ലേ, ഇന്നാണ് നിന്റെ അവസാനം എന്ന് പറഞ്ഞ് രണ്ട് കൈയും അങ്ങനെ കറക്കി കറക്കി സീസറിന്റെ തൊട്ടടുത്ത് വരും. അവന്റെ ക്ലോസ് എത്തുമ്പോൾ ലൂഫി ആ രണ്ട് കൈ ഉപയോഗിച്ച് ഞെട്ടിക്കുകയാണ്. പക്ഷെ സീസർ ആണെങ്കിൽ അവന്റെ കൈ ബ്ലോക്ക് ചെയ്യും. ലൂഫിയുടെ കയ്യിലേക്ക് അവന്റെ പോയിസൺ അത് അങ്ങനെ കടത്തിവിട്ട് അത് ഫ്രീസ് ആക്കാനാണ് അവന്റെ ശ്രമം. പക്ഷെ ലൂഫി ആണെങ്കിൽ വിടാതെ വീണ്ടും വീണ്ടും അവന്റെ കൈയുടെ പവർ അത് കൂടുതൽ കൂട്ടിയെടുക്കും. സീസറിന്റെ കൺട്രോൾ പോവും. രണ്ട് കൈയുടെയും പവർ വന്ന് സീസറിനെ ഞെട്ടിച്ച് വായിലൂടെയും മൂക്കിലൂടെയും പിന്നെ പറയാൻ പറ്റാത്ത ചില സ്ഥലത്തോടെയൊക്കെ ചോര തുളുമ്പി സീസർ തെറിച്ചു പോയി അടിച്ചു വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.